Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Ma'am. Good afternoon. Good afternoon. കുറച്ച് നേരവുമാണ് സ്പില്ലേജ് വേസ്റ്റുമാണ്. അതായത് നമ്മള് അല്ലെ കുറച്ച് എടുത്തു കഴിഞ്ഞു. നമ്മളിപ്പോ നിലവിൽ എവിടം വരെ എടുത്തു? Spilling laboratory area. Ma'am, അതൊന്നുകൂടി ഒന്ന് പറയാം. ഒന്നുകൂടി പറഞ്ഞേ. Spilling laboratory area. റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അത് കഴിഞ്ഞല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്തത്. കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് സ്പില്ലിംഗ് ലബോറട്ടറി ഏരിയ അല്ലെ, മൈക്രോബയൽ കൾച്ചേഴ്സ് അത് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? അതെടുത്തു. എന്നാലും മാം ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരണം. നിങ്ങളെ മെസ്സേജ് അയച്ചോളൂ. അവിടെ ക്ലിയർ ആവുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അതെടുത്തോ? ലബോറട്ടറി ഏരിയ മൈക്രോബയൽ കൾച്ചേഴ്സ് അതുവരെ എടുത്തോ? ഓക്കെ. ഒന്നുകൂടി പറയാം. അത് മുതല് ഒന്നുകൂടി പറയണം അല്ലേ? നമുക്ക് അപ്പൊ തുടങ്ങാം. അപ്പൊ ഇതുവരെ ഓക്കെ അല്ലേ? അപ്പൊ 5th വരെ, അതായത് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് വരെ ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നമുക്കറിയാം എന്താണ്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. സ്പില്ലേജ് വേസ്റ്റ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കി. ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്നാണ്. കാരണം രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അല്ലെ, ജസ്റ്റ് പറഞ്ഞതാണ് എങ്കിലും നോക്കാം. സ്പില്ലിന്റെ ലബോറട്ടറി ഏരിയ മൈക്രോബയൽ കൾച്ചേഴ്സ്. നമുക്കറിയാം ലബോറട്ടറി ഏരിയയിൽ സ്പില്ല് വരാനായിട്ടുള്ള സാധ്യത ഉണ്ടോ? ലബോറട്ടറി ഏരിയയില് എന്തുകൊണ്ടാണ് ലബോറട്ടറി ഏരിയയിൽ കൂടുതൽ സ്പില്ല് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്? അവിടെയാണ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അല്ലേ? അപ്പൊ ആ ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഒരുപക്ഷെ എന്തെങ്കിലും അല്ലെ, നമുക്കറിയാം വളരെ ശ്രദ്ധ കൊടുത്തിട്ടായിരിക്കും എല്ലാവരും കൈകാര്യം ചെയ്യുന്നത്. എന്നാലും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ സംഭവിക്കാം. ഒപ്പം തന്നെ അല്ലെ, നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം അത് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്തും ഏതെങ്കിലും രീതിയിലുള്ള ലീക്ക് ഔട്ടൊക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സാധ്യത അല്ലെ സമയങ്ങളിൽ എന്താണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്? യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നമുക്കറിയാം ലാബിൽ വർക്ക് ചെയ്യുന്നവരെ പ്രധാനമായിട്ടും അവരുടേതായ യൂണിഫോം ഉണ്ടാവും അല്ലെ. അവരുടെ യൂണിഫോമിൽ പ്രധാനമായിട്ടും അവർക്ക് എന്തുണ്ട്? ലാബ് കോട്ട് ഉണ്ട്. കണ്ടിട്ടില്ലേ? നമ്മളെല്ലാവരും അവരുടെ ലാബില് കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. Then chemical resistant gloves, safety glasses and mask. മാർക്ക് എന്നല്ല, മാസ്ക്. അപ്പൊ നമുക്കറിയാം അവിടെ എന്താണ് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോടിയായിട്ട് അവര് മാസ്ക് ഒക്കെ ധരിച്ചിട്ടുണ്ടാവും. ഗ്ലൗസുകളൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ധരിച്ചിട്ട് മാത്രമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും സ്പില്ലേജ് സംഭവിക്കാച്ചാലും അവര് അവരുടേതായ പ്രിക്വേഷൻ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ അവര് എടുത്തിരിക്കണം. അതായത് കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസുകൾ ധരിച്ചിട്ടുണ്ടാവണം. സേഫ്റ്റി ഗ്ലാസസുകളും മാസ്കുകളും ധരിച്ച് ലാബ് കോട്ടൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ഏരിയകൾ അവര് ആദ്യം തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. നോട്ടിഫൈ ഓൾ പേഴ്സൺസ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ ആൻഡ് വെക്കേറ്റ് ഏരിയാസ്. ഇത്തിരി അണുക്കൾ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഇപ്പൊ നമുക്കറിയാം HIV പോലെയായിട്ടുള്ള അണുബാധയായിട്ടുള്ള എന്താ പറയുക അല്ലെ, ബ്ലഡ് ഒക്കെ എടുത്തിട്ടാണ് എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് വരുമ്പോൾ അത് ഇച്ചിരി കൂടി അല്ലെ ഇത്തിരി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. കാരണം പെട്ടെന്ന് തന്നെ അണുക്കളെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ പെട്ടെന്ന് തന്നെ വെക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്ലി അവർ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താണ്? കവർ ദ സ്പിൽ വിത്ത് അബ്സോർബന്റ് മെറ്റീരിയൽ ഡ്രെഞ്ച്ഡ് ഇൻ റൈറ്റ് ഡിസിൻഫെക്ടന്റ്. അതായത് നമ്മള് ഇതേമാതിരി തന്നെ അല്ലെ
പ്രധാനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ധരിച്ചതിന് ശേഷം ചെറിയ ചെറിയ സ്പില്ലേജ് ആണെങ്കിൽ അവർ തന്നെ അത് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് കൈകാര്യം ചെയ്യാനായിട്ട് എന്താ പറയുക സ്റ്റാഫുകൾ അല്ലെ, അതിന് ട്രെയിൻ കിട്ടിയ സ്റ്റാഫുകൾ ആ ഒരു ഡിസിൻഫെക്ടന്റ് അതായത് അണുവിമുക്തമാക്കേണ്ടതായിട്ട് വരും. അപ്പൊ പ്രധാനമായിട്ടും അവർ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് 1.0% അവൈലബിൾ ക്ലോറിൻ അല്ലെ, അത്തരത്തിലുള്ള ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. 80% എത്തനോളും കൂടിയ അല്ലെ എന്തെങ്കിലും ക്ലോറിൻ ഉപയോഗിച്ചിട്ട് ക്ലോറിൻ വാട്ടറുകളോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടായിട്ട് ആയിരിക്കും അത് അണുവിമുക്തമാക്കാനായിട്ടുള്ള സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഏതൊരു ഹോസ്പിറ്റലിലും ഇത്തരത്തിലുള്ള ഇതുകൾക്ക് അല്ലെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നിയമ നടപടികൾ പ്രൊസീജിയേഴ്സ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അവർ കൊടുത്തിട്ടുണ്ടാവും. കൃത്യമായിട്ട് ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും അവരത് കൈകാര്യം ചെയ്യുന്നത്. Then leave it 10 or 30 minutes after pouring disinfectant solution around the spill. അതായത് നമുക്കറിയാം ഏതൊരു സംഭവം യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ അണുക്കൾ നശിച്ചു പോകാനായിട്ട് ഒരു സമയം കൊടുക്കും അല്ലെ. നമ്മൾ എന്തെങ്കിലും എന്താണ് അണുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കണമെങ്കിൽ എന്താണ് നിശ്ചിത സമയം കൂടി അത് ഉപയോഗിച്ചിട്ട് മാറി നിൽക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അണുക്കളെ ചത്തുപോകുന്നവരേക്കും അല്ലെ, നശിച്ചു പോകുന്നവരേക്കും. Then rub the nearby area using a disinfectant solution. അതിനുശേഷം അവിടെ എന്താണ് നന്നായിട്ട് തന്നെ റബ്ബ് ചെയ്തെന്ന് വെച്ചാൽ ഉരച്ച് തന്നെ അല്ലെ ആ ഒരു ഏരിയ നന്നായിട്ട് ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻസ് ഒക്കെ അണുവിമുക്തമാക്കുന്ന സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ ക്ലിയർ ചെയ്യും. Then clean the spillage and disinfectant solution and shift all polluted material to an appropriate waste container. അതായത് അവിടെ ഉപയോഗിച്ച സൊല്യൂഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും നമുക്കറിയാം പാഡുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവിടെ ക്ലീൻ ചെയ്യാൻ അണുക്കളെ കൊല്ലാനായിട്ടൊക്കെ നശിപ്പിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള മെറ്റീരിയൽസോ അല്ലെങ്കിൽ റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുന്ന എന്തെങ്കിലും മെറ്റീരിയൽസുകൾ ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽസ് എല്ലാം കൃത്യമായിട്ട് തന്നെ വേസ്റ്റ് കണ്ടെയ്നർ ബോക്സിൽ തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്യണം. Then if the spillage is huge or includes a extremely infectious in microorganism, cavity may need to be decontaminated with formulated gas by qualified staff before further use raise incident forms. അതായത് നമ്മൾക്കറിയാം ചിലപ്പോഴൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തല്ല മറ്റൊരു ഏരിയകളെ കൂടി എല്ലാം എന്താ പറയുന്നത് ഡിസിൻഫെക്ടന്റ് അല്ലെ അത് അണുക്കൾ കൂടുതൽ എല്ലായിടത്തേക്കും വ്യാപിക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് നേരത്തെ കൂട്ടി അറിയാമെങ്കിൽ എന്താണ് ആ ക്യാബിൻ മൊത്തത്തിൽ അണുവിമുക്തമാക്കേണ്ടതുണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് സാധാരണയായിട്ട് എന്താണ് ഫോർമുലൈഡ് ഗ്യാസ് ഉപയോഗിച്ച് വാതകം ഉപയോഗിച്ച് നമുക്കറിയാം ഈ എല്ലാ ഏരിയകളിലും നമുക്ക് തുടച്ച് വൃത്തിയാക്കാനൊക്കെ ലാഭിക്കാവുമ്പോൾ പല പല സാമഗ്രികളൊക്കെ ഉണ്ടാവും അല്ലെ. അതിന് ഓരോരോ ബോക്സുകളും കാര്യങ്ങളും എല്ലാം കണ്ടെയ്നേഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് ആ ഭാഗങ്ങളും ടേബിളുകളും കോണുകളും എല്ലാം തന്നെ വാതകങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ഡിസിൻഫെക്ടന്റ് ചെയ്ത് അല്ലെ അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രം ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും അവരുടെ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. then എന്താണ് വീണ്ടും റൈസ് ഇൻസിഡന്റ് ഫോംസ് നമുക്കറിയാം ഇതെല്ലാം ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണെന്ന് നമ്മളെല്ലാത്തിലും അല്ലെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ആ ഇൻസിഡൻസ് ഫോംസുകളെല്ലാം രൂപീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ ലബോറട്ടറിയിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അവിടെ ഡിസിൻഫെക്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയറിംഗ് എന്ന് പറയുമ്പോൾ ഒരു പകരുന്നു എന്നാണ് അതിന്റെ ഒരു ഡൗട്ടുള്ള പേര്. 10-30 minutes after pouring disinfectant. ഡിസിൻഫെക്ടന്റ് അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് പകർന്നു കൊടുക്കുക അവിടെ ആ ഭാഗത്തേക്കൊക്കെ എന്നുള്ള കാര്യമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ? അവിടെ എന്താണ് മെഡിസിൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് അല്ലെ. അവിടെയും മെഡിസിൻസ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. എന്തെങ്കിലും ബോട്ടിലൊക്കെ മെഡിസിൻ കീപ്പ് ചെയ്യുന്നത് ഉണ്ടാവാം. സ്ലിപ്പായിട്ടൊക്കെ അല്ലെ ഗുളികകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം സ്ലിപ്പായിട്ടൊക്കെ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ബോട്ടിലൊക്കെ ഏതെങ്കിലും മെഡിസിൻസ് ഒക്കെ ചിലതൊക്കെ എന്താ പറയണേ
എന്തെങ്കിലും ക്രിയാത്മകമായ പ്രതിപ്രവർത്തനമൊക്കെ നടത്തുന്നതുകൊണ്ട് ചിലപ്പോൾ ആണെങ്കിൽ ചില്ല് ബോട്ടിലൊക്കെ ആയിരിക്കും അത് കീപ്പ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസ് ഒക്കെ ഉള്ളപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്കറിയാം എടുത്തു കൊടുക്കുമ്പോഴോ ഏതെങ്കിലും രീതിയിൽ എല്ലാവരും കെയർഫുൾ ആയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും പൊട്ടി അല്ലെ അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് ആവുകയാണെങ്കിൽ എല്ലാത്തിനെയും ആ മെഡിസിൻസിനെയൊക്കെ അത് എന്തെങ്കിലും രീതിയിൽ ബാധിക്കുകയാണെങ്കിൽ എല്ലാം അവിടെയും എന്താണ് നമുക്ക് അണുവിമുക്തമാക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എല്ലായിടത്തേക്കും വീര്യം കൂടിയ സംഭവങ്ങളൊക്കെ ആവുമ്പോൾ ചിലതൊക്കെ നശിച്ചു പോകാനൊക്കെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ നോർമലി ഉള്ള ഒരു മെഡിസിൻസ് അല്ല അല്ലെ. എന്തെങ്കിലും ഗുളികകൾ അവിടെ വന്ന് സ്ലിപ്പ് ചെയ്ത് പോയെന്ന് വെച്ചാൽ നമുക്കറിയാം ഗുളികളൊക്കെ അതേ ബോക്സിലേക്ക് വീണ്ടും നമുക്ക് എടുത്ത് നിക്ഷേപിക്കാം. അതല്ലാതെ ഇച്ചിരിയും കൂടി അല്ലെ ഇത്തിരി കൂടി വീര്യം കൂടിയ ഏതെങ്കിലുമൊക്കെ മെഡിസിൻസ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകളൊക്കെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് പോകാൻ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടും നന്നായി തന്നെ കെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നോക്കാം. സ്റ്റെപ്സ് ടു ദ ടേക്കൺ ഫോർ മാനേജിങ് ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് ലിസ്റ്റ് ആണ്. Use personal protective equipment. Personnel should use suitable personal protective equipment like gloves, goggles, and respirators before going to the spill to prevent contact with the dangerous substances. എല്ലാത്തിലും പറയുന്ന മാതിരി തന്നെ എപ്പോഴും ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് സബ്സ്റ്റൻസ് അപകടകരമായിട്ടുള്ള ഘടകങ്ങളുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്ത് ധരിക്കണം? ഉച്ച നേരം ആയതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് തന്നെ ഒന്ന് ആക്റ്റീവ് ആക്കുക, അല്ലെങ്കിൽ നിങ്ങളും ബോറായിട്ട് ഇരിക്കും. എന്ത് ധരിക്കേണ്ടതായിട്ട് വരും? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ എന്തൊക്കെ പറയുന്നുണ്ട്? ഓക്കെ, ഗ്ലൗസ് ഉണ്ട്, ഗോഗിൾസ് ഉണ്ട്, പിന്നെ എന്താണ് ശ്വാസ സംബന്ധമായിട്ടുള്ള മാസ്കുകളൊക്കെ ധരിക്കേണ്ടതൊക്കെ ആയിട്ട് വരുമെന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ. എല്ലാത്തിലും പറയുന്ന മാതിരി വീണ്ടും കണ്ടെയ്ൻ ദ സ്പിൽ അല്ലെ. അവിടെ കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറയുമ്പോൾ യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ, അതായത് ഏതെങ്കിലും ഓക്കെ ഗൂഗിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അല്ലെ നമ്മുടെ കണ്ണിലേക്ക് അതിന്റെ പ്രസരണമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ലെൻസുകൾ അല്ലെ അങ്ങനത്തെ ഗ്ലാസുകളൊക്കെ ധരിക്കേണ്ടതായിട്ട് വരും. നമ്മളെ മാസ്ക് ധരിക്കുന്ന മാതിരി കണ്ണിലേക്കും അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രതിപ്രവർത്തനം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗോഗിൾസുകൾ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? എന്താണ്? കണ്ടെയ്ൻ ദ സ്പിൽ, ഐക്യാപ്പ്. ഓക്കെ, കറക്റ്റ് പേര് ഐക്യാപ്പ്. ഓക്കെ, എന്താണ് കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറയുന്നത്? യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ സച്ച് ആസ് സ്പിൽ കിറ്റ്സ് ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. നമുക്കറിയാം എപ്പോഴും അല്ലെ എവിടെയെങ്കിലും വേസ്റ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് നമുക്ക് തുടച്ച് വൃത്തിയാക്കേണ്ടതുണ്ട് അല്ലെ. അബ്സോർബന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗിരണം ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവിടെയുള്ള ആ ഒരു അൺക്ലീൻ ആയിട്ടുള്ള വേസ്റ്റ് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മതിയായ രീതിയിൽ വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാഡുകൾ ഉപയോഗിച്ചത് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിനെന്താണ് എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്? എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എപ്പോഴും എക്സാമ്പിൾ പറയുമ്പോൾ പറയാറുണ്ട്, ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ഓക്കെ സ്പ്രെഡ് ചെയ്യുന്നത് അത് സ്പ്രെഡ് ചെയ്ത് പോവാതിരിക്കാനായിട്ട് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. Put the materials in a labeled hazardous bags of a container for disposal. ഇനി ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ അല്ലെ അത് കൈകാര്യം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എവിടെ നിക്ഷേപിക്കണം? അതുമൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞു പോകുമ്പോൾ എല്ലാം ഇമ്പോർട്ടന്റ് ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അല്ലെ ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റിന്റെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് എവിടെ നിക്ഷേപിക്കാം എന്ന് ചോദിച്ചാൽ വിച്ച് അല്ലെ ലേബൽ ചെയ്ത് എന്ത് ലേബൽ ചെയ്ത ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത്? ഹസാർഡ്സ് അപകടകരമായിട്ടുള്ള വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് തന്നെയാണ് നിക്ഷേപിക്കേണ്ടത്. ചിലപ്പോൾ ഓപ്ഷനായിട്ട് ബയോ ഹസാർഡ് വേസ്റ്റ് അല്ലെങ്കിൽ നോൺ ഹസാർഡ് വേസ്റ്റ് ബിൻ എന്നൊക്കെ പറയാം. അപ്പൊ കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഹസാർഡ് ബാഗ് അല്ലെ അപകടകരമായിട്ടുള്ള ബാഗ് എന്നുള്ള ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ തന്നെ നിക്ഷേപിക്കേണ്ടതായിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ദെൻ ക്ലീൻ അപ്പ് ദ സ്പിൽ. എന്താണ് നമ്മൾ ആ ഏരിയയുടെ കാര്യങ്ങളിൽ വീണ്ടും വരെയാണ് abide by the manufacturer's directives for the correct use of absorbent materials to clean up the spill. അതായത് ആ ഭാഗങ്ങളെല്ലാം അല്ലെ ആ ഒരു സ്പില്ല് സംഭവിച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സൊല്യൂഷൻസ് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ആ സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെ മാനുഫാക്ചേഴ്സ്
പറയുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് തന്നെ അത് പാലിക്കാൻ, ഗൈഡ് എന്ന് പറയുമ്പോൾ അത് പാലിച്ചു പോകണം. അവരുടെ ഡയറക്ഷൻ പാലിച്ചിട്ടായിരിക്കണം നമ്മൾ അവിടെ ആ സൊല്യൂഷൻസ് ഒക്കെ ആ ഒരു ഭാഗത്ത് അണുവിമുക്തമാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ബി കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ ഫാർമസ്യൂട്ടിക്കൽ ഡ്യൂറിംഗ് ക്ലീനപ്പ്. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരിക്കലും മറ്റുള്ള ഭാഗത്തേക്ക് അത് സ്പ്രെഡ് ചെയ്ത് പോകാതെ തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ സൊല്യൂഷൻസ് ഒക്കെ ഈ ഡയറക്ഷൻ അല്ലെ മാനുഫാക്ചേഴ്സ് പറയുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട്. നെക്സ്റ്റ് എന്താണ്? ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ all materials that come into contact with the pharmaceutical should be discarded as a hazard waste. എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്? hazard waste എന്ന് ലേബൽ ചെയ്ത ബാഗുകളിൽ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ. നമുക്കറിയാം ചിലപ്പോഴെല്ലാം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ മാത്രമല്ല, ഈ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ സംതിങ് സംഭവങ്ങളൊക്കെ ആണെങ്കിലും അത് നമ്മൾ വേസ്റ്റ് ആയിട്ട് തള്ളാൻ പറ്റുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാം. പക്ഷെ അത് ഏത് തരത്തിൽ ലേബൽ ചെയ്ത വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത്? ഹസാർഡ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്ത വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത്. Then follow local, state and federal regulations for the disposal of hazardous waste. നമുക്കറിയാം ഇതിന്റെയൊക്കെ നശീകരണം ഇത്തരത്തില് നമ്മള് എന്താണ് ഈ വേസ്റ്റ് പിന്നെ ഹസാർഡ് വേസ്റ്റ് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ വെച്ചിരിക്കുന്ന സാമഗ്രികളെല്ലാം തന്നെ മെറ്റീരിയൽസ് എല്ലാം തന്നെ അത് നശിപ്പിച്ച് കളയണമെങ്കിൽ ആരുടെയൊക്കെ പെർമിഷൻ വേണം? ലോക്കലിന്റെയും, അതായത് മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. ദെൻ സ്റ്റേറ്റിന്റെ എന്തെങ്കിലും സ്റ്റേറ്റിന്റെയും അതേമാതിരി ഫെഡറൽ അല്ലെ നമ്മുടെ ഫെഡറൽ ആയിട്ടുള്ള റെഗുലേഷൻസ് എല്ലാം തന്നെ നമ്മള് ഫോളോ ചെയ്തിട്ട് വേണം ഇത്തരത്തിൽ ഡിസ്പോസ് ചെയ്തിരിക്കുന്ന വേസ്റ്റുകളെല്ലാം നശിപ്പിക്കാനായിട്ട്. ഒരിക്കലും ഹോസ്പിറ്റലിന്റേതായ രീതിയിൽ അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കത്തിച്ചൊന്നും കളയാനായിട്ട് സാധിക്കില്ല. എല്ലാവരുടെ പെർമിഷനോട് കൂടിയിട്ട് വേണം ഇത് നശിപ്പിച്ച് കളയാൻ വേണ്ടി. ദെൻ റിപ്പോർട്ട് ദ സ്പില്ല്. എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്? നമുക്കറിയാം ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണേന്ന് ഇൻവെസ്റ്റിഗേഷൻ അല്ലെ അത് കൃത്യമായിട്ട് തന്നെ എക്സാമിൻ ചെയ്തിട്ട് വേണം അത് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട്. സ്പിൽ ഷുഡ് ബി intimated to the concerned person for documentation and investigation. അതായത് ഡോക്യുമെന്റേഷൻ നമുക്ക് എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അല്ലെ അതിന് കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫ് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പരിശോധനകളൊക്കെ നടത്തിയതിനു ശേഷം റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിൽ വരുന്നത്. ഇതോടുകൂടി നമ്മുടെ വില്ലേജ് വേസ്റ്റിന്റെ ഒരു 7 ലാസ്റ്റ് വണ്ണാണിത്. ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? വീണ്ടും പറയേണ്ടതുണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാട്ടോ. കാരണം എല്ലാവരും ചിലപ്പോ ചെയ്തിരുന്ന് വരില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ആദ്യം 1-2 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള വില്ലേജ് വേസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നാണ്. കാരണം റിപ്പീറ്റ് ചെയ്ത പോയിന്റ്സുകൾ തന്നെയാണ് വരുന്നത്. ചില ഇതുകളിൽ മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഡിസ്പോസ് ചെയ്യേണ്ടത് ബയോ ഹസാർഡ് വേസ്റ്റ് ആണോ, ഹസാർഡ് വേസ്റ്റിനെ ചെയ്ത പിന്നിലാണോ എന്നൊക്കെ ഉള്ള കാര്യം ശ്രദ്ധിച്ചു പോവുക. പിന്നെ ഫസ്റ്റ് ചില കെമിക്കലൊക്കെ ആണെങ്കിൽ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേജർ ആണോ മൈനർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ്. ചിലതിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എത്രയും പെട്ടെന്ന് അല്ലെ ആ ഒരു വെക്കേറ്റ് ഏരിയ ആ ഏരിയയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മോസ്റ്റ്ലി എല്ലാത്തിന്റെയും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിപ്പോർട്ട് സ്കില്ലായിരിക്കും അല്ലെ. അത് ഡേഞ്ചറസ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി അതിന്റെ ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തി ഡോക്യുമെന്റേഷൻ നടത്തേണ്ടതുണ്ട്. പിന്നെ ചിലതിന്റെയൊക്കെ എന്താണ് ഈ വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യേണ്ടത് നശിപ്പിച്ചൊക്കെ കളയേണ്ടി വരുമ്പോൾ
അതിന് ചില അനുമതികൾ വേണ്ടി വരും. ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ ആണെങ്കിലും കെമിക്കൽ ഒക്കെ ആണെങ്കിൽ അതിന് കൃത്യമായിട്ട് ലോക്കാലിറ്റിയുടെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഒക്കെ അനുമതിയോട് കൂടിയിട്ട് വേണം അത് നശിപ്പിച്ച് കളയാൻ. പിന്നെ മിക്കതിലും എന്താണ്, എല്ലാത്തിലും മാനുഫാക്ചേഴ്സ് പറയുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ട് വേണം സൊല്യൂഷനൊക്കെ അപ്ലൈ ചെയ്യാൻ. ടൈമൊക്കെ എത്രത്തോളം ഉണ്ടാക്കാത്തോളം ടൈമൊക്കെ അണുവിമുക്തമാക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാനതൊക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, പലതരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി ഏതൊക്കെ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു. കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ഒന്നിച്ചായിക്കോട്ടെ എന്ന് ഓർത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഇത് ചെയ്യാം. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, മെർക്കുറി ഉണ്ടായിരുന്നു. പിന്നെ കെമിക്കല് തന്നെ പറഞ്ഞു. ഓക്കെ, റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, ഗുഡ്. അപ്പൊ എല്ലാവരും തന്നെ സ്പില്ലേജ് വേസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? എന്താണ് ഹോസ്പിറ്റൽ സ്പില്ലേജ് വേസ്റ്റിന്റെ ആ ഒരു പ്രാധാന്യം എന്താന്നുള്ള കാര്യമാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇത്തരത്തില് നമ്മൾക്കറിയാം സ്പില്ലേജ് വേസ്റ്റ് വരുമ്പോഴേ എല്ലാവർക്കും അതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയത് അല്ലെ? അത് അതിൻ്റെതായ അതിൻ്റെതായ ട്രെയിനിങ് പേഴ്സൺസ് ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. There are some important aspects of training and education for spillage waste management in hospital. നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ഒരു വേസ്റ്റ് ആണ് അല്ലെ? ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അല്ലെ ഹോസ്പിറ്റലിൽ വരുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഫസ്റ്റിലെ ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട് ഹോസ്പിറ്റൽ ഉണ്ടായെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. എന്താണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്? നമുക്ക് മനസ്സിലായി വ്യത്യസ്ത തരത്തിലുള്ള സ്പില്ലേജ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി അല്ലെ? അതിൽ ഏതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം തന്നെ അത് ഏത് തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കേണ്ടത്. Proper training should be given to health workers to identify various type of spillage waste and the related risk and dangerous. നമുക്കറിയാം ചിലതിന് അധികം റിസ്കുകളില്ല. അതെ, ഓക്കെ, ഏതിൽ ഉൾപ്പെടും അല്ലെ? ഫ്ലൂയിഡ് ആണോ? നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഡിസ്പോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഒരുപാട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആയിട്ടുള്ള ഗൂഗിൾസ് വരെ ധരിച്ച് അല്ലെ മാസ്കുകളൊക്കെ ധരിച്ച് പോകേണ്ടതാണോ? എല്ലാവർക്കും നമ്മൾ കെമിക്കൽ സ്പില്ലേജ് മേജർ ഒക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ആ ഭാഗത്തേക്ക് ഐസൊലേറ്റ് ചെയ്ത് നിർത്തണം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരാളെയും കടത്തി വിടരുത് അല്ലെ? ആ ഏരിയ അത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വല്ല പൊട്ടിത്തെറികൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നോട്ടിഫൈ ചെയ്തിരിക്കണം എന്നൊക്കെ ഉള്ളത് കാര്യം പറഞ്ഞു. അപ്പൊ ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. Proper training should be given to health workers to identify various types of spillage waste and the related risk and dangerous. അതുമായി ബന്ധപ്പെട്ട റിസ്കുകളും ഡേഞ്ചറസും എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന പേഴ്സൺസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് നമുക്കറിയാം. ഓരോ ഇതിനും അല്ലെ എല്ലാത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. പക്ഷെ പ്രധാനമായിട്ട് ചിലതിന് ഇച്ചിരി കൂടി കെയർഫുൾ ആയിരിക്കണം അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ളത് പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ദ ഹെൽത്ത് വർക്കേഴ്സ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓരോ സ്പില്ലേജ് വേസ്റ്റിനും കൃത്യമായിട്ടുള്ള ട്രെയിനിങ്, അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ് ഓരോരുത്തരും കൊടുത്തിരിക്കണം. Then this consists of use of a personal protective equipment, containment of spill and proper disposal of the waste. അതായത് ഏതൊക്കെ തരത്തിലുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിച്ചിട്ട് വേണം അവിടെ കൈകാര്യം ചെയ്യാനായിട്ട്. ചിലതിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇരട്ട മാസ്കുകളും അതും ഇതൊക്കെ ധരിച്ചിട്ട് വേണം എന്നൊക്കെ പറഞ്ഞു. അതേമാതിരി തന്നെ എന്താണ് ഏത് തരത്തിലുള്ള അബ്സോർബന്റ് അല്ലെ ഏത് തരത്തിലുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടൊക്കെയാണ്. ചിലതിൽ നമ്മൾ കെമിക്കലൊക്കെ ആണെങ്കിൽ സിറിഞ്ച് ഉപയോഗിച്ചിട്ട്, ചെറിയ മൈനറൊക്കെ ആണെങ്കിൽ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് വരെ വലിച്ചെടുത്ത് അവിടുന്ന് നിർവാചനം ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഏത് തരത്തിലുള്ള സംഭവമാണെന്ന്, അത് എക്യുപ്മെന്റുകൾ ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ അബ്സോർബന്റ് പാടുകൾ എന്തൊക്കെ തരത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിരിക്കണം. ആൻഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. ഈ വേസ്റ്റുകളെല്ലാം ഏത് തരത്തിലുള്ള വേസ്റ്റ് ബിന്നിലൊക്കെയാണ് നിക്ഷേപിക്കേണ്ടത്, അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കൃത്യമായ ട്രെയിനിങ് എല്ലാം അവർക്ക് കിട്ടിയിരിക്കണം. റെസ്പോൺസ് പ്ലാൻ. എന്താണ് റെസ്പോൺസ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അതായത് ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ എ റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ് ഫോർ സ്പില്ലേജ് ഇൻസിഡന്റ്. നമ്മളൊരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ പെട്ടെന്ന് ഒരു അപകടങ്ങളും എന്തെങ്കിലും കാര്യങ്ങളല്ലേ എന്ത് സംഭവിച്ചു തന്നെയാണെങ്കിലും ഹോസ്പിറ്റലിലെ ഒരു ഇൻസിഡന്റ് ആണ് ഏത് എന്ന് പറയുന്നത് വില്ലേജ് ബേസ്ഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻസിഡന്റിനെ ആ ഒരു സംഭവത്തിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ എത്രയും പെട്ടെന്ന് ഒരു റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, ആ ഒരു വില്ലേജ് ബേസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു റെസ്പോൺസ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഷുഡ് ബി ഗിവൺ ട്രെയിനിങ് ഇൻ ദ സ്റ്റെപ്പ് ഓഫ് ദ റെസ്പോൺസ് പ്ലാൻ. അതായത് റെസ്പോൺസ് പ്ലാനിന്റെ അവരുടെ ട്രെയിനിങ് അനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ട് പോകണം. ദാറ്റ് ഇൻക്ലൂഡ്സ് ഹൂ ടേക്ക് ടു കോണ്ടാക്ട്, ഹൗ ടു കണ്ടെയ്ൻ ദ സ്പില്ല് ആൻഡ് ഹൗ ടു ക്ലിയർ ആൻഡ് ഡിസ്കാർഡ് ദ വേസ്റ്റ്. അതായത് ആരെ നമ്മൾ അറിയിക്കണം അല്ലെ, എങ്ങനെയാണ് അത് ഏത് പാഡൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ആ ഒരു വേസ്റ്റിനെ അബ്സോർബ് ചെയ്ത് ഏത് തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടതായിരിക്കും വരും, അല്ലെങ്കിൽ എങ്ങനെ അത് ക്ലിയർ ചെയ്ത് ഏതൊക്കെ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന വേസ്റ്റുകളൊക്കെ ഏത് ഏത് ഡിസ്കാർഡിൽ എവിടെയാണ് ഏത് കണ്ടെയ്നേഴ്സിൽ ഏത് ലാബിൽ ചെയ്ത കണ്ടെയ്നേഴ്സിലാണ് നിക്ഷേപിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ റെസ്പോൺസ് പ്ലാനിൽ കൃത്യമായിട്ട് ട്രെയിനിങ് ചെയ്തു കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമാണ് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അവരുടെ ഡ്യൂട്ടി വളരെ എളുപ്പത്തിലൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കമ്മ്യൂണിക്കേഷൻ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും എന്താണ് പ്രധാനപ്പെട്ട ഒരു മാറ്ററാണ് അല്ലെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആശയവിനിമയം. കമ്മ്യൂണിക്കേഷൻ ഈസ് നെസസറി ഫോർ സക്സസ്ഫുൾ വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. വില്ലേജ് വേസ്റ്റിന്റെ ഒരു സക്സസ്ഫുൾ, അതായത് അത് നന്നായിട്ട് വിജയത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ആശയവിനിമയം നടത്തുക എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും സംഭവിക്കുന്നത്, അത് ഇച്ചിരി കൂടി ഡേഞ്ചറസ് ആണെങ്കിൽ നമുക്കറിയാം അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്കും കൂടിയൊക്കെ അറിയിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. ചെറിയ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അത് അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാനൊക്കെ സാധിക്കും. അല്ലെങ്കിൽ ഏറ്റവും കൂടി ഫയർഫോഴ്സിനൊക്കെ വിളിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് ആശയവിനിമയത്തോട് കൂടിയിട്ട് മാത്രമാണ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ഹെൽത്ത് വർക്കേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് each other and with the other departments like environmental services to make sure that village waste is properly handled and discarded. നമുക്കറിയാം എൻവയൺമെന്റ് പൊല്യൂഷനും കൂടിയും ഇതുകൊണ്ട് സാധ്യമാകും ചിലപ്പോഴൊക്കെ. ആണോ? ശരിയാണോ? ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലിന്റെ വേസ്റ്റ് കൊണ്ട് എൻവയൺമെന്റ് നമുക്കറിയാം പ്രകൃതിയിൽ അത് ശ്വസിച്ച് നമ്മള് ചിലപ്പോഴൊക്കെ എല്ലാ കമ്പനികളിൽ നിന്നോ ഫേമുകളിൽ നിന്നൊക്കെ പുകയും മറ്റും ശ്വസിച്ചൊക്കെ ജനങ്ങൾക്ക് ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്, ചിലർക്കൊക്കെ വേറെ എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വരുന്നത് നമ്മള് വേണിങ് കത്തിലൊക്കെ വരുമ്പോൾ അത് കത്തി നശിച്ചു പോകാനൊക്കെ ആയിട്ട് സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സർവീസുകളും ആശയവിനിമയം നടത്തി എല്ലാവരുമായിട്ടും നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എല്ലായിടത്തു നിന്നും പ്രോബ്ലംസ് എല്ലായിടത്തു നിന്നും അവർക്ക് കടി കേൾക്കേണ്ടതായിട്ട് വരും. കോടതികൾ വരെ ചിലപ്പോൾ കയറി ഇറങ്ങേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ നല്ല ഒരു ഇത് എല്ലാവരുമായിട്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു ഹെൽത്ത് വർക്കേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് എൻവയൺമെന്റൽ സർവീസ്. എൻവയൺമെന്റ് പ്രകൃതി സേവനം ചെയ്യുന്ന നമുക്കറിയാം ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ സുരക്ഷ എന്താ പറയാ നമ്മുടെ പ്രകൃതി സുരക്ഷയുമായി ബന്ധപ്പെട്ട മാറ്റേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ വ്യക്തികളുമായിട്ടൊക്കെ ആശയവിനിമയമൊക്കെ നടത്തേണ്ട സമയത്ത് തന്നെ നടത്തേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. എന്താണ് ഇത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ മിക്കതിലും റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നല്ല രീതിയിലാണ് ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തേണ്ടത് മോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റെക്കോർഡ് കീപ്പിംഗ് ഇനഫ് ട്രെയിനിങ്. റെക്കോർഡ് കീപ്പിംഗ് പറയുന്നത് എന്താണ്? ഇനഫ് ട്രെയിനിങ് ഗിവൺ ടു ഹെൽത്ത് വർക്കേഴ്സ് ഇൻ എ റെക്കോർഡ് കീപ്പിംഗ് പ്രൊസീജിയർ ഫോർ വില്ലേജ് വേസ്റ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊരു വില്ലേജ് വേസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാലും ചിലപ്പോ എന്താണ് അത് മൈനർ ആണെങ്കിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെയൊക്കെ പോകും. വലുതൊക്കെ ആണെങ്കിൽ അത് എങ്ങനെയാണ് അത് ചെയ്ത് അവസാനിപ്പിച്ചെന്നുള്ള റെക്കോർഡ് മസ്റ്റായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ടാവും. കാരണം എന്തെങ്കിലും വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പൊട്ടിപ്പിടിച്ച് എന്തെങ്കിലും നൂലാമാലകളൊക്കെ വരുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ അത് പിടിച്ചു നിൽക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് അവർക്കും ഉണ്ടായിരിക്കണം, ഒരു തെളിവ് അവർക്ക് ഉണ്ടായിരിക്കണം. ദിസ് കൺസിസ്റ്റ് ഓഫ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ സ്പില്ലർ, the kind of waste, the handling and disposal procedures used, and any follow-up actions needed.
നമുക്കറിയാം ചെറിയ ചെറിയ ഇതുകളൊക്കെ ആണെങ്കിൽ അല്ലെ ഏത് തരത്തിലുള്ള സ്കില്ലാണ് സംഭവിച്ചത്, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഡിസ്പോസൽ അല്ലെ നശിപ്പിക്കുന്ന പ്രക്രിയകളൊക്കെ ഏതൊക്കെ പ്രൊസീജിയേഴ്സ് ഏതൊക്കെ നടപടിക്രമങ്ങളിലൂടെയാണ് നടത്തിയിരിക്കുന്നത്. അതിന് ഇൻ കേസ് വീണ്ടും 1-2 ആഴ്ചകൾക്ക് ശേഷം വീണ്ടും എന്തെങ്കിലും ശുദ്ധീകരണ പ്രവർത്തനങ്ങളൊക്കെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരാഴ്ച കൂട്ടിയിടേണ്ട അവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ, വീണ്ടും അത് റീഓപ്പൺ ചെയ്തപ്പോ വീണ്ടും എന്തെങ്കിലും എന്തെങ്കിലും നശീകരണം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണോ അത് വീണ്ടും റീഓപ്പൺ ചെയ്തത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് ഈ റെക്കോർഡിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും. വലിയ വലിയ വില്ലേജ് വേസ്റ്റ് സംഭവിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഇൻ കേസ് ചെറുതൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അത് വലിയ പ്രശ്നമില്ലാതെ അവസാനിക്കും. വലിയ വലിയ സംഭവമൊക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യമാണ്. എന്താണ് അതിന്റെ സ്പില്ല് അല്ലെ, ഡോക്യുമെന്റേഷൻ ഓഫ് ദ സ്പില്ല്, കൈൻഡ് ഓഫ് വേസ്റ്റ്, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ യൂസ് ആൻഡ് എനി ഫോളോ അപ്പ് ആക്ഷൻസ് ടേക്കൺ. Then ongoing education. എന്താണ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? ഓൺഗോയിങ് എഡ്യൂക്കേഷൻ ഇപ്പൊ പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നെയിമാണ്. എന്താണ് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ കാലത്തിനൊപ്പം നമ്മൾ നീങ്ങേണ്ടതായിട്ട് വരും അല്ലെ. ഇപ്പൊ പണ്ടത്തെ ക്ലീനിങ് സാമഗ്രികളൊക്കെയാണ് അവർക്ക് ഉപയോഗിക്കുന്നത് അല്ല, ഇച്ചിരി കൂടി അല്ലെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള മെഷീൻ ബേസ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലെ, ശരിയല്ലേ? ഞാൻ മാത്രം കണ്ടെത്തിയ ഒരു കാര്യമാണോ? പണ്ടത്തെ മാതിരി തുണി ഉപയോഗിച്ച് ഒക്കെ തുടയ്ക്കുന്ന ഒരു കണ്ടീഷനൊക്കെ മാറിയില്ലേ? മോപ്പുകൾ ഉപയോഗിച്ച് ഇപ്പൊ മോപ്പുകളൊക്കെ മാറി ഇച്ചിരി മെഷീനും കൂടി അല്ലെ, മെഷീന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഓക്കെ, അപ്പൊ അത്തരത്തില് നമ്മൾ എന്താണ് കാലത്തിനോടൊപ്പം തന്നെ നീങ്ങേണ്ടതായിട്ട് വരും. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് മോഡറൈസ്ഡ് ടു റിഫ്ലക്ട് ചേഞ്ച് ഇൻ പ്രൊസീജിയേഴ്സ്, റെഗുലേഷൻസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ, മോഡറൈസ്ഡ് എന്ന് പറഞ്ഞാൽ പുതുക്കി കൊണ്ടുവരേണ്ടി വരിക്കുന്നു. ഓരോരോ പുതിയ പുതിയ ആശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഡറൈസ്ഡ് ആയിട്ടുള്ള ടൂളുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അറ്റാച്ച് ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് നമ്മുടെ കാര്യങ്ങളും അല്ലെങ്കിൽ റെഗുലേഷൻസും എല്ലാം എല്ലാ കാര്യത്തിലും നമുക്കറിയാം പുതിയ പുതിയ കാര്യങ്ങൾ സംഭവങ്ങൾ വരുമ്പോഴാണ് പുതിയ പുതിയ എന്തെങ്കിലും നടപടിക്രമങ്ങളൊക്കെ വരിക അല്ലെ. പേപ്പറിലൊക്കെ ഓരോ പുതിയ സംഭവങ്ങൾ വരുമ്പോൾ അതനുസരിച്ചിട്ട് ഗവൺമെന്റും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇറക്കും. അപ്പൊ അത് ഫോളോ ചെയ്യാനായിട്ടും എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റർ ആണെങ്കിൽ ആ ഒരു റെഗുലേഷൻസ് ആ ഒരു നടപടികൾ കൂടി പാലിക്കാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരായിട്ടുണ്ട്. Okay, then effective training and education for spillage waste management will minimize the risk and hazard related with the spillage waste in hospitals and make sure the safety of healthy workers, the patients and the environment. അതായത് നല്ല രീതിയിൽ അല്ലെ, നമ്മളിപ്പോ ഏത് വേസ്റ്റ് ആണെങ്കിലും നമ്മൾ നേരത്തെ തുറക്കാൻ പറഞ്ഞത് ഒരു വീട്ടില് ഒരു ചില്ല് ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ എത്രയും പെട്ടെന്ന് വെക്കുക അല്ലെ. ആരും കുട്ടികളൊക്കെ ആണെങ്കിൽ വരണ്ടാതെ തടഞ്ഞ് വലിയ പ്രശ്നമില്ലാതെ പെട്ടെന്ന് തന്നെ അത് ഹാൻഡിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലംസ് ഒന്നും സംഭവിക്കില്ല. അതേസമയം നമ്മൾ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ അല്ലെ, കുട്ടികളൊക്കെ ആണെങ്കിൽ അതിന്റെ അറിയിപ്പുകളൊന്നും കൊടുക്കാതെ നമ്മളത് അല്ലെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ വന്ന ഒരുപക്ഷെ കുട്ടികളൊക്കെ കയറി ചിലപ്പോൾ കാലൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നല്ല രീതിയിൽ അത് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അല്ലെ പിന്നീടാണെങ്കിലും ആർക്കെങ്കിലും കാലുമൊക്കെ അത് ചെയ്താനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നല്ല രീതിയിൽ ഹോസ്പിറ്റലിലെ ഈ വേസ്റ്റുകളെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമൈസ് ചെയ്യാൻ പറ്റും അല്ലെ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാൻ എന്താണ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അവർക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും. ആർക്കും തന്നെ അല്ലെ ഹെൽത്ത് വർക്കേഴ്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ പേഷ്യൻസിനോ അല്ലെങ്കിൽ പ്രകൃതിക്കോ ഒന്നും അല്ലെ അവരുടെയൊക്കെ സുരക്ഷയ്ക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ പെട്ടെന്ന് തന്നെ അത് വേസ്റ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ, ഹോസ്പിറ്റലിലാവുമ്പോൾ ഇത്തരത്തിലുള്ള വേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അത് നല്ല രീതിയിൽ അപ്ഡേറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാനായി അത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ആർക്കും സംഭവിക്കില്ല. അത് പൊല്യൂഷനെ അല്ലെ എൻവയൺമെന്റിനെയോ അല്ലെങ്കിൽ പേഷ്യൻസിനെയോ വർക്കേഴ്സിന്റെ സുരക്ഷയോ ഒന്നും കുഴപ്പം സംഭവിക്കില്ല എന്നുള്ളതാണ്. ക്ലിയർ ആണോ? വായിച്ചു നോക്കുക. നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കും. പിന്നെ കണ്ടിന്യൂസ് ആൻഡ് മോഡറൈസ്ഡ് അല്ലെ, മോഡറൈസ്ഡ് ആയിട്ടുള്ള ചേഞ്ചുകളെല്ലാം
അത് കൃത്യമായിട്ട് തന്നെ അത് ഓൺഗോയിങ് എഡ്യൂക്കേഷന്റെ പെടുന്നതാണ്. പിന്നെ എന്താണ് ഈ പ്ലാൻ എന്ന് പറയുമ്പോൾ അല്ലെ, റെസ്പോൺസ് പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. എന്തെങ്കിലും ഇങ്ങനത്തെ സ്പില്ലേജ് വരുമ്പോൾ, ഇൻസിഡൻസ് വരുമ്പോൾ ഏത് പ്ലാനാണ് രൂപീകരിക്കേണ്ടതായിട്ട് വരിക? റെസ്പോൺസ് പ്ലാൻ ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. റെസ്പോൺസ് പ്ലാനിൽ എല്ലാം ഉൾപ്പെടും അല്ലെ, എങ്ങനെയാണത്, ആരെ അറിയിക്കണം, ആ പ്ലാനിങ്ങിൽ എല്ലാ തരത്തിലുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളും ഉണ്ടാവും അല്ലെ. ഹൂ ടു കോണ്ടാക്ട്, ആരെ കോണ്ടാക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആരെ കോണ്ടാക്ട് ചെയ്യണം, അതെങ്ങനെ, അത് എന്തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്, എങ്ങനെ അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും, അതേമാതിരി തന്നെ ആ വേസ്റ്റുകളൊക്കെ അവിടെ ഡിസ്കാർഡ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ റെസ്പോൺസ് പ്ലാനിൽ പറഞ്ഞ് കൃത്യമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എടുക്കാം. ഇനി അധികം ചാപ്റ്റേഴ്സ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഫാർമസി ഉണ്ടാവും, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും. വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? ലബോറട്ടറി, വേസ്റ്റ് മാനേജ്മെന്റ്, സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണോ? ബയോ വേസ്റ്റ് ആണോ? ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് എടുത്ത് തുടങ്ങിയിട്ടാണല്ലോ. ഡയഗ്നോസിസ് ഒക്കെ ശരി. ആ ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കിനി ഇതിന്റെ കുറച്ചും കൂടെ ഉള്ളു. എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കൂടി നിങ്ങളെ കരുതിക്കോളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് അടുത്ത ഭാഗം ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആൻഡ് കംപ്ലയൻസ് ഫോർ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ നമുക്കറിയാം ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ അത് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ട് അല്ലെ. ചിലപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പൊട്ടിത്തിരിച്ചൊക്കെ വരുമ്പോൾ ചില പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഗവൺമെന്റ് ഇറക്കിയെന്ന് വരും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്തൊക്കെ ഇറക്കിയെന്ന് വരും. അതെല്ലാം ഫോളോ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലൊക്കെ ബാധ്യസ്ഥരാണ് അല്ലെ. അപ്പൊ ഈ നിയന്ത്രണ വിധേയത്വം, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെ, നിയന്ത്രണ വിധേയത്വം ആൻഡ് കംപ്ലയൻസ് ഫോർ നമ്മൾ പാലിക്കണം. സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റിലെ ഇങ്ങനെ നിയന്ത്രണങ്ങൾ നമ്മൾ പാലിച്ചു പോകേണ്ടതാണ്. ഏതൊരു ഹോസ്പിറ്റലും പാലിച്ചു പോകേണ്ടതാണ്. നോക്കാം, സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റൽസ് ഈസ് ബേസ്ഡ് ഓൺ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിച്ച് എയിംസ് ടു എൻഷുർ കംപ്ലയൻസ് വിത്ത് എൻവയോൺമെന്റൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഗൈഡ്ലൈൻസ്. നമുക്കറിയാം ഇങ്ങനെ ഇത് പാലിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് റെഗുലേഷൻസ് അല്ലെ, നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിച്ചു പോകണം. അതെന്തുകൊണ്ട് അങ്ങനെ പാലിച്ചു പോകണം എന്ന് പറയുന്നത്? കാരണം ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ്, എൻവയോൺമെന്റിന് എന്തെങ്കിലും പൊല്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ
പബ്ലിക് ഹെൽത്ത് അല്ലെ, അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ എന്തെങ്കിലും അല്ലെ അവരുടെ ആരോഗ്യത്തിന്റെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം കെമിക്കലൊക്കെ വെറുതെ എന്താ പറയുക ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തൊക്കെ അത് കത്തിച്ചൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളെ എല്ലാം ബാധിക്കും അല്ലെ, പ്രകൃതിയിലേക്കെല്ലാം അത് പറന്നു പിടിക്കാനായിട്ട് സാധിക്കും, അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല കൃത്യമായിട്ടുള്ള ആ ഒരു റെഗുലേഷൻസ് അടുക്കും ചീട്ടയോടും കൂടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ട് വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ. There are some important features aspect of the regulatory framework and the comprehensive forest village waste management. അതുകൊണ്ട് തന്നെ കുറച്ച് ഈ റെഗുലേഷൻസ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഏതൊക്കെ രീതിയിലൊക്കെ ഇറക്കിയിട്ടുണ്ടോ അതൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് റെഗുലേഷൻസ്, അതായത് നമുക്കറിയാം ഭരണപരമായിട്ടും അല്ലെ നമ്മുടെ സ്റ്റേറ്റ് അല്ലെ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള നിയമവ്യവസ്ഥകൾ ആണ് ആദ്യം പറയുന്നത്. Hospitals are subject to federal and state regulations governing the management and disposal of dangerous waste that includes village waste. അതായത് അപകടകരമായിട്ടുള്ള വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലെ വില്ലേജ് എന്ന് പറയുന്നതും ഈ അപകടകരമായിട്ടുള്ള വേസ്റ്റുകളാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുമ്പോഴും ഈ റെഗുലേഷൻസ് ഈ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. Examples consist of the Resource Conservation and Recovery Act (RCRA). അതായത് റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് and the Occupational Safety and Health Administration (OSH). അതായത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അതേമാതിരി തന്നെ എന്താണ് സാധാരണയായിട്ട് ഈ ഒരു RCRA എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു പോയിന്റ് ഉള്ളതാണ് സെക്കൻഡ് പോയിന്റ്. ആ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് EPA ഗൈഡ്, അതായത് എൻവയറൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈൻസ് ആണ്. അതായത് പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങളാണ് ഈ APA വരുന്നത്. ആ മാനദണ്ഡങ്ങൾ പെടുന്ന ഒന്നാണ് എന്ത് RCRA, റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട്. അതായത് വിഭവശേഷി അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്കവറി ആക്ട് ആണ്. അപ്പൊ അതിൽ തന്നെ ശരിക്കും പഠിക്കേണ്ടത് എൻവയറൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈൻ ആണ്. ഈ എൻവയറൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈനിൽ ഒരു സബായിട്ട് വരുന്നതാണ് RCRA. ഇതിനൊക്കെ ഫോമുകൾ, അതായത് അബ്രിവേഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലെ, എല്ലാത്തിന്റെയും ആ ഒരു എക്സ്പാൻഡഡ് ഫോമും അബ്രിവേഷൻ തന്നിട്ടുണ്ട്. മിക്കപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കപ്പോഴും ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ തരത്തിലുള്ള ഈ അബ്രിവേഷന്റെ ഫോമുകളൊക്കെ പഠിച്ചു പോകാം. എന്താണ് കൺസർവേഷൻ ആക്ട്, റിക്കവറി ആക്ട് എന്ന് പറയുന്നത്. കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് ആണ് RCRA. OSH എന്ന് പറയുന്നത് ഒക്യുപേഷണൽ ആൻഡ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. OSH എന്ന് പറയുന്നത് അവിടെയുള്ള ഹെൽത്ത് അല്ലെ വർക്കേഴ്സിന്റെ ഒക്കെ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആക്ട് ആണ്. അതേസമയം എൻവയൺമെന്റിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഗൈഡ് ലൈൻസിന്റെ കീഴിൽ വരുന്നതാണ് RCRA. എന്താണ് അപ്പൊ നമുക്ക് ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ്സുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതായത് സുരക്ഷ, അതായത് ഒക്യുപേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിൽ പറയുന്ന അതിന്റെ ഇത് കൂടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ബ്ലഡ് ബോൺ പാത്തജൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അവിടെയുള്ള ഹെൽത്ത് വർക്കേഴ്സിന്റെ ഇടയിൽ രോഗം പടരാതിരിക്കാൻ, നമുക്കറിയാം ബ്ലഡിൽ കൂടി അല്ലെ അവരുടെ ബ്ലഡിൽ കൂടി തന്നെ രോഗാണുക്കള് പ്രവേശിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ, അവിടെയുള്ള ഹെൽത്ത് വർക്കേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ആക്ട് ആണ് എന്ത് പറയുന്നത് OSH. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. എന്താണ് OSH എന്ന് പറയുന്നത്? ഓക്യുപേഷൻ സേഫ്റ്റി ആൻഡ് RCRA അവിടെ വെയിറ്റ് ചെയ്യിട്ടോ, നിങ്ങൾ എക്സ്പാൻഡഡ് ഫോം മാത്രം പഠിച്ചാൽ മതി. then ഇതിൽ പറയുന്ന OSH എന്ന് പറയുന്നത് ഓക്യുപേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് അവിടെയുള്ള വർക്കേഴ്സിന്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആക്ട് ആണ്. അത് പ്രധാനമായിട്ടും എന്താ പറയുന്ന ബ്ലഡ് ബോൺ പാത്തജൻസ് സ്റ്റാൻഡേർഡുകളൊക്കെ അതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് രോഗാണുമായിട്ട് തന്നെ ബ്ലഡിൽ കൂടി പകരാവുന്ന അല്ലെ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്. ഇനി നമുക്ക് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി എന്താന്ന് നോക്കാം. The Environmental Protection Agency provides instructions for the management and the disposal of dangerous waste, including village waste. Hospitals must abide by these guidelines to keep away from fines and the penalties.
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമുക്ക് എല്ലാം കത്തിച്ച് നശിപ്പിച്ചൊക്കെ കളയാനൊക്കെ ആയിട്ട് തോന്നുന്ന ഹോസ്പിറ്റലും അതിനുള്ള വേറെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കത്തിച്ചൊക്കെ കളയാം. പക്ഷെ ഈ ഇത്തരത്തിലുള്ള ഈ ഗൈഡ് ലൈൻസ് മുന്നിലുള്ളത് കൊണ്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ഗൈഡ് ലൈൻസ് ഒക്കെ മുന്നിലുള്ളത് കൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടൊന്നും സാധിക്കില്ല. കാരണം എന്താണ്, അവിടെ പൊല്യൂഷൻ വരാനായിട്ട് അല്ലെ, പ്രകൃതിയിൽ പൊല്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, അവിടെ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ മസ്റ്റ് എബൈഡ് അല്ലെ, അവര് പാലിക്കേണ്ടതായിട്ട് വരും. എന്തിന്റെ, നമ്മുടെ ഗൈഡ് ലൈൻസുകളൊക്കെ പാലിച്ചു പോകേണ്ടതായിട്ട് വരും. ഇൻ കേസ് അത് പാലിച്ചില്ല എങ്കിൽ എന്താണ്, അവരെ അതുമായി ബന്ധപ്പെട്ട ഫൈനും പെനാൽറ്റീസ് ഒക്കെ ഈടാക്കും അല്ലെ. നമ്മളിപ്പോ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അല്ലെ, ഇപ്പൊ ഏറ്റവും കൂടുതൽ മിക്കപ്പോഴും ഹെൽമെറ്റ് ഇല്ലാത്തതും അതൊക്കെ ഇഷ്ടംപോലെ പെനാൽറ്റികളും ഇതിലൊക്കെ വരാറുണ്ട് ഇല്ലേ. എന്ന് പറഞ്ഞാൽ മാത്രം തന്നെ ഹോസ്പിറ്റലില് ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ, വേസ്റ്റുകൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ നേരിടേണ്ടതായിട്ട് വരും. Then എന്താണ്, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ പെർമിറ്റ്സ്. ഹോസ്പിറ്റൽ must get permits from state and local authorities to handle and dispose of unsafe waste, including village waste. അതായത് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഇപ്പൊ പഞ്ചായത്തിന്റെ പെർമിഷനോ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിന്റെ പെർമിഷനോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിന്റെ അല്ലെ കേരള ഗവൺമെന്റിന്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്തെങ്കിലും ഫോളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അപ്പൊ എന്താണ്, നമ്മുടെ പ്രകൃതി നിയമങ്ങള് ഗൈഡ് ലൈൻസുകള് പാലിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പബ്ലിക്കിന്റേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫെഡറൽ ആയിട്ടുള്ള നിയമങ്ങൾ അല്ലെ, അത് നമ്മൾ പാലിക്കുന്നതിന്റെ ഒപ്പം തന്നെ, ഭരണപരമായിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നതിന്റെ ഒപ്പം തന്നെ എന്താണ്, ചിലപ്പോഴൊക്കെ സ്റ്റേറ്റിന്റെ നിയമങ്ങൾ ഉണ്ടാവും, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലൊക്കാലിറ്റിയുടെ അതോറിറ്റിയുടെ എന്തെങ്കിലും നിയമങ്ങളൊക്കെ പാലിച്ച് ആ പെർമിഷനോട് കൂടിയിട്ടായിരിക്കണം ഈ വേസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് എന്താണ്, ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റ്. ദെൻ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ. എന്താണ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷനിൽ പറയുന്നത്, ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹു മാനിപ്പുലേറ്റ് സ്പില്ലേജ് വേസ്റ്റ് മസ്റ്റ് ഗെറ്റ് training and certification in dangerous waste management and disposal procedure to ensure compliance with the regulations. അവർക്ക് കൃത്യമായിട്ട് തന്നെ പാലിച്ചു പോകണം അല്ലെ. അത് ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിലൊന്നും അത് കൈകാര്യം ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് എന്തെങ്കിലും നമുക്കറിയാം, ഒരു കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും ഈ ഒരു സംഭവത്തിന്റെ ബേസിലാണ് ഇന്ന പ്രോബ്ലംസ് ഒക്കെ വരിക എന്ന് പറയും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡേഞ്ചറസ് വേസ്റ്റ് കൃത്യമായിട്ട് തന്നെ ഡിസ്പോസൽ, അതിന്റെ ആ ഒരു ഡിസ്പോസൽ പ്രൊസീജിയർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ ഒരു നിയമാവലികൾ പാലിച്ചിട്ടാണ് ആ ഹോസ്പിറ്റൽ അത് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നും മസ്റ്റായിട്ട് അത് അവർക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മിക്ക ഇത്തരത്തിലുള്ള വേസ്റ്റുകളുടെയും റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും നിയമ നടപടികൾക്ക് ഈ ഹോസ്പിറ്റലും അതില് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹു മാനിപ്പുലേറ്റ് സ്പില്ലേജ് വേസ്റ്റ് must get training and certification in dangerous waste management and the disposal procedure to ensure compliance with the regulations. എല്ലാം ഉറപ്പുവരുത്തണം അല്ലെ, അത് പാലിച്ചിട്ടുണ്ട്, നിയമങ്ങളെല്ലാം പാലിച്ചിട്ടാണ് കൃത്യമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത്. Then record keeping. Hospital must keep records of spillage waste management activities. That includes the documentation of spills handling and disposal procedure and any follow-up actions already taken. അതായത് ഹോസ്പിറ്റൽ അല്ലെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകണം എന്നുള്ളതാണ്. സ്പില്ലേജ് വരുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പാലിക്കണം അല്ലെ. ഇപ്പൊ ഇൻസ്പെക്ഷൻ നടത്തേണ്ടതുണ്ടെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തണം, റെക്കോർഡുകൾ കീപ്പ് ചെയ്യേണ്ടതല്ലെങ്കിൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. ആ റെക്കോർഡുകൾ കീപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, സാധാരണ ഏതെങ്കിലും ഒരു സ്പില്ലേജ് സംഭവിച്ചു, അത് എന്ന രീതിയിലാണ് ഇത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, അതിന്റെ ഫോളോ അപ്പ് ആക്ഷൻസ് ഒക്കെ ഇങ്ങനെയാണ്. പിന്നെ അത് നാച്ചുറലി അത് പ്രശ്നമില്ലാത്ത രീതിയിലാണ് റൺ ചെയ്ത് പോകുന്നതിനൊക്കെ ഉള്ളത് റിപ്പോർട്ട് റെക്കോർഡ് ചെയ്യണം. ഇൻസ്പെക്ഷൻസ് മിക്കതിലും ഇൻസ്പെക്ഷൻ കറക്റ്റ് കൺസേൺഡ് സ്റ്റാഫുകളൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. റെഗുലേറ്ററി ഏജൻസീസ് ഓവർസീസ് ഇൻസ്പെക്ഷൻ ഓഫ് ഹോസ്പിറ്റൽ to ensure compliance of
ഓക്കെ, ഇൻസ്പെക്ഷൻസ് നമ്മൾ ഇൻസ്പെക്ഷന്റെ കാര്യം പറഞ്ഞിരുന്നു. Regulatory agencies oversees inspections of hospitals to ensure compliance with the dangerous waste management regulations. Hospitals must be ready for these inspections and have a plan in place to rectify any insufficiency identified during the inspection. എന്നാൽ നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്നത് അല്ലെ, സ്കൂളിലൊക്കെ ഇൻസ്പെക്ഷൻ നടത്താറുണ്ട്. എവിടെയും ഏതെങ്കിലും സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ഇൻസ്പെക്ഷൻ ഒക്കെ വന്നു പോകും അല്ലെ. ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ എന്താണ്, നമ്മുടെ കൃത്യതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പൊ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് വില്ലേജ് വേസ്റ്റ് ചെയ്ത് ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ അവര് കൃത്യമായിട്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അവരൊരു ഡോക്യുമെന്റ് ഒക്കെ തയ്യാറാക്കുന്നത്. ഇൻ കേസ് ആ പരിശോധനയിൽ അല്ലെ ശരിയാക്കാൻ വേണ്ടിയിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് അവർ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇൻസഫിഷ്യന്റ് ആണെന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ അത് പിന്നെയും ഹാൻഡിൽ ചെയ്യുക അല്ലെ. അതാണ് സാധാരണയായിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് സംഭവിക്കുക. ഇൻസ്പെക്ഷൻസ് അതായത് പരിശോധനകളൊക്കെ നടത്തിയിട്ട് ഓക്കെ ആണെങ്കിൽ അവര് ഡോക്യുമെന്റ് ഒക്കെ സൈൻ ചെയ്ത് പേപ്പറൊക്കെ ഓക്കെ ആക്കി തരും. ഇൻ കേസ് അത് സഫീഷ്യന്റ് ആയിട്ട് അല്ലെ അവർക്ക് തൃപ്തിയല്ല എങ്കിൽ അവരെന്താണ് അത് എന്താണ് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യും അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യും. ഇൻസ്പെക്ഷൻ എന്നുള്ള ആ ടേമിൽ അതാണ് പറയുന്നത്. എന്താണ് പ്ലാൻ ഇൻ പ്ലേസ് ടു റെക്ടിഫൈ എനി ഇൻസഫിഷ്യന്റ്ലി ഐഡന്റിഫൈഡ് ഡ്യൂറിംഗ് ദ ഇൻസ്പെക്ഷൻ. വീണ്ടും അത് ശരിയാക്കി കൈകാര്യം ചെയ്ത് വെക്കണം എന്നുള്ളത്. Then penalties for non-compliance. Hospitals that fail to abide by dangerous waste management regulations may have to face fines, penalties and local actions. എന്തെങ്കിലും അല്ലെ നല്ല രീതിയിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും രീതിയിൽ പാലിക്കാതെയാണ് കൈകാര്യം ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ ആക്ഷനൊക്കെ നടത്തിയേക്കണമെങ്കിൽ നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിയമ വിധേയമാകേണ്ടതുണ്ടാവും. ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് എന്തെങ്കിലും പെനാൽറ്റീസോ ഫൈനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമ നടപടികൾക്ക് അവര് വിധേയമാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. Compliance with the regulatory framework for the village waste management is critical for the safeguarding the environment and the public health and avoiding legal and financial penalties. നമുക്കറിയാം നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് സുരക്ഷയാണ് അല്ലെ, പ്രകൃതിക്കും നല്ല ഗുണം ചെയ്യുന്നത്. നമുക്കറിയാം എന്ത് സംഭവവും ചിലപ്പോ അല്ലെ അറിയാതെ സംഭവിക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രകൃതിക്കും അതോടൊപ്പം തന്നെ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലീഗലായിട്ടുള്ള പെനാൽറ്റീസ് ഒന്നും തന്നെ നമ്മൾ നേരിടേണ്ടതായിട്ട് വരില്ല. Hospitals must be up to date on regulations and guidelines, secure the required permits, providing training and certification to healthcare workers, keep accurate records and prepared for inspection. അതായത് നമുക്കറിയാം എപ്പോഴും പോലെ ഏത് ഹോസ്പിറ്റൽ ആണെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പുതിയത് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ അത് നമ്മള് ഹോസ്പിറ്റലും ഹാൻഡിൽ ചെയ്യണം. അതിനനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടാവും. ഒപ്പം തന്നെ എന്താണ് ഇതൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ അല്ലെ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ടാവും. എല്ലാ ഹെൽത്ത് വർക്കേഴ്സിന്റെ ഇടയിൽ കൊടുക്കേണ്ട ട്രെയിനിങ് എല്ലാം അത് കൃത്യമായിട്ട് തന്നെ ഈ ഓരോ പോലെ ഓരോ വേസ്റ്റുകൾ വരുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതും അത് സൊല്യൂഷനൊക്കെ എങ്ങനെ ഉപയോഗിക്കേണ്ട വിധമെല്ലാം കൃത്യമായിട്ട് തന്നെ അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ദെൻ എന്താണ് ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ ഇൻസ്പെക്ഷൻ. ഇൻ കേസ് ഇൻസ്പെക്ഷന് വരികയാണെങ്കിൽ അതിന് എന്താണ് അവര് തയ്യാറാക്കണമെന്നുണ്ടാവും. അപ്പൊ എന്താ തന്നെയാണെങ്കിലും വേസ്റ്റ് സംഭവിച്ചു പോയാൽ അത് അതിൻ്റെതായ അടുക്കും ചിട്ടയോടും കൂടി തന്നെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. അല്ല എങ്കിൽ നിയമ നടപടികൾ ഉണ്ടാവും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ നിയമാവശ്യങ്ങളൊന്നും നേരിടേണ്ടതായിട്ട് വരികയില്ല. ഓക്കെ, ഇത്രയാണ് ഇതില് പ്രധാനമായിട്ടും പറയുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ compliance with the regulatory framework for the village waste management is critical for safeguarding the environment and the public health and avoiding legal and financial penalties.
അതായത് നമ്മള് അല്ലെ പാലിക്കുകയാണെങ്കിൽ കംപ്ലൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ് പാലിക്കുക. എന്ത് പാലിക്കുകയാണെങ്കിൽ എല്ലാവരും ഈ വേസ്റ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്താണ് കൃത്യമായിട്ടുള്ള ലീഗൽ നടപടികൾ പാലിച്ചിട്ടാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് കൈകാര്യം ചെയ്യണമെങ്കിലും ഒരു കാരണവശാലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള പെനാൽറ്റീസ് ഒന്നും ഈടാക്കേണ്ടതായിട്ട് ഉണ്ടാവില്ല. അവോയ്ഡ് ചെയ്യുന്ന ഒഴിവാക്കുക, ലീഗലായിട്ടുള്ള നടപടികളിൽ നിന്നും ഒഴിവാക്കും. അതോടൊപ്പം തന്നെ പെനാൽറ്റിയിൽ നിന്നെല്ലാം അവോയ്ഡ് ചെയ്യില്ലേ ഒഴിവാക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മസ്റ്റ് ബി അപ് ടു ഡേറ്റ്. നമ്മള് ഈ റെഗുലേഷൻസ് നമ്മളിപ്പോ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ പാടില്ല അല്ലെ. അത് മസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലാകുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമ നടപടികളൊക്കെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും നിയമാവലികളൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അറിഞ്ഞ് തന്നെ പോകേണ്ടിയിരിക്കുന്നു. ഞാൻ എന്താ പറയുന്നത്, അവരുടെ ആ ഒരു റെഗുലേഷൻസ് നടപടിക്രമങ്ങൾ അതേപോലെ തന്നെ മാനദണ്ഡങ്ങള് പിന്നെ സെക്യൂരിറ്റി പെർമിറ്റ്സുകൾ എന്തെങ്കിലും പെർമിറ്റുകൾ അല്ലെ. നമ്മളിപ്പോ ഒരു വീട് പണിയണമെങ്കിലും ഒരു സ്ഥാപനമൊക്കെ പണിയണമെങ്കിലൊക്കെ ഇത്രയും അല്ലെ ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർക്കുന്നതിന്റെ നടുക്കുകൊണ്ടുന്ന ഒരു ഹോസ്പിറ്റല് അങ്ങനെയൊക്കെ പണിത് കഴിയുമ്പോൾ അതിന്റെ കുറെ നിയമ നടപടികളൊക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ കുറച്ച് സംഭവങ്ങളല്ലേ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് ചിലപ്പോ രാഷ്ട്രീയപരമായിട്ട് തന്നെ അത് നേരിടേണ്ടതൊക്കെ ആയിട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പെർമിറ്റുകളെല്ലാം കൃത്യമായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സിനെല്ലാം കൃത്യമായിട്ട് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവരൊക്കെ ആയിരിക്കണം ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. then എന്താണ് ഈ ഫാക്ടറി റെക്കോർഡുകളെല്ലാം കൃത്യമായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. then ഇൻസ്പെക്ഷൻസ് അല്ലെ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് അല്ലെ അത് ശാസ്ത്രീയമായിട്ട് തന്നെ പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ ആ പരിശോധനകളൊക്കെ നടത്തി വെക്കണം അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ അത് കംപ്ലൈൻസ് അത് പാലിച്ചില്ല എങ്കിലാണ് പെനാൽറ്റീസും അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള നടപടികൾക്ക് വിധേയമാക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഒരു ചെറിയ ടോപ്പിക് കൂടെ ഉള്ളു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകൾ വേറെ എന്തെങ്കിലും? Okay,